ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കൺവെൻഷൻ്റെ 2ാം ദിനം രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവദിനമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ തേജോമയനായ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ ഈ ദേശത്ത് വീണ്ടും ഒരവസരം ഏഴയാടിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ദൈവത്തിൻ്റെ ആർദ്ര കരുണയോർത്ത് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശാന്ത സുന്ദരമായൊരു സന്ധ്യാവേള ദൈവം നമുക്ക് നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2024 നമ്മൾ 25ലേക്ക് വന്നു. ഈ 2ാം മാസം ഈ സന്ധ്യാവേള വരെ തൻ്റെ കൃപയിൽ നമ്മളെ മറച്ച സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി കരയേറ്റുന്നു. ആയുസ്സിൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തരുമ്പോൾ എത്രമാത്രം നാം ദൈവത്തെ സ്തുതിക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര വർണ്ണിച്ചാലും മതി വരാത്ത രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്തില്ലേ. ഈ ചുറ്റുപാടുകൾ ദേശങ്ങളൊക്കെ മിക്ക കൺവെൻഷനും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഏറിയ വർഷങ്ങളായിട്ട് കൃപ തരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മളെ എല്ലാവരും ഒരുമിപ്പിച്ചത്. ഞാൻ പലപ്പോഴും ദൈവജനം എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നന്ദിയോടെ ഓർക്കുന്നത്, വ്യത്യസ്ത കുടുംബങ്ങളിൽ വിവിധ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത് ക്രൂശിലെ സ്നേഹമാണ്. ആ സ്നേഹത്തെ ഓർത്താൽ നമുക്ക് നന്ദി കരയേറ്റാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്കൊരു വേദഭാഗം വായിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് പുറപ്പാട് പുസ്തകം 9ാം അധ്യായം അതിൻ്റെ 13ാമത് വാക്യം. പുറപ്പാട് പുസ്തകം 9ാം അധ്യായം അതിൻ്റെ 13ാമത് വാക്യം വായിക്കാം. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. താങ്ക് യു. സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ദീർഘവർഷങ്ങൾ ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ അവരുടെ നിലവിളി കേട്ട് അവരുടെ കണ്ണുനീര് കണ്ട് സ്തോത്രം പുറത്തു കൊണ്ടുവരുവാൻ ഒരു മോശയെ ദൈവം അടയാളത്തോടു കൂടി അയക്കുകയാണ്. ദൈവം പറഞ്ഞൊരു കാര്യം, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിക്കുവാൻ പറഞ്ഞാട്ടെ എൻ്റെ ജനത്തെ വിട്ടയക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ ജനമെന്ന് പറയുന്നത് ആരെയാണെന്നറിയാമോ? എൻ്റെ ജനം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജനം. ഭയങ്കര സന്തോഷമാണ്. അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ. 29ാം സങ്കീർത്തനത്തിൽ അതിന് 1ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സങ്കീർത്തനം 29:1. 29ാം സങ്കീർത്തനം 1ാം വാക്യം വായിച്ചേ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവിൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കുവിൻ. നോക്കിക്കേ, ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കണം. അടുത്തത്, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. 29ാം സങ്കീർത്തനം അതിന്റെ 11ാം വാക്യം. യഹോവ തന്റെ ജനത്തിന് ശക്തി തരും. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഫറവോന്റെ അടിമത്തത്തെ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ അധികാരത്തോന്റെ അടയാളത്തോടുകൂടി മോശയെ പറഞ്ഞയക്കുമ്പോൾ തമ്പുരാൻ പറയും, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനം പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിപ്പാനാണ് നമ്മൾ ഇതിനകത്ത് വന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആരാധനയിൽ ഇന്ന് നമ്മളൊക്കെ ഒത്തിരി പുറകോട്ടാണ്. അല്പം മുമ്പ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, കീബോർഡിന്റെ ശബ്ദം നിലയ്ക്കുമ്പോൾ നമ്മുടെ ആരാധന നിശ്ചലമാകും. സ്തോത്രം. എന്ത് ബുദ്ധിമുട്ടിച്ച ഒരു സ്തോത്രമൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. സ്തോത്രത്തിന് ഭയങ്കര ശക്തിയുണ്ട്. അത് കോട്ടകളെ തകർക്കുന്നതാ. സ്തോത്രം. ഒന്ന് ആർപ്പിട്ട് നോക്കി, യെരിഹോവിന്റെ മതില് തകരുന്നതാ, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നതാ, ചങ്ങലകൾ അഴിക്കുന്നതാ.
അധ്യക്ഷനായിരുന്ന ദേവദാസൻ പറഞ്ഞു, കോവിഡ് നമുക്കറിയാം 2019 നവംബർ മാസം 19-ാം തീയതി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞ ദിനപത്രത്തിൽ വന്ന വാർത്തയനുസരിച്ച് ചൈനയിലെ വുഹാനിൽ ഹുബി എന്ന പ്രദേശവാസിയായ 55 വയസ്സുള്ള ചെമ്മീൻ കച്ചവടക്കാരി ഒരു സഹോദരി തുടക്കം കുറിച്ചതാണ് 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള COVID-19 എന്ന കൊറോണ വൈറസ്. ചില ആഴ്ചകൾക്കുള്ളിൽ പണ്ഡിതനെന്നോ പാമനനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ അതിർവരമ്പുകളോ വേർവ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള COVID-19 എന്ന കൊറോണ വൈറസ് ലോകത്തെ മുഴുവൻ അടച്ചുപൂട്ടൽ കൊണ്ടെത്തിച്ചു. കോടിക്കണക്കിന് ജനം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം. 10 രൂപയുടെ മാസ്ക് ധരിച്ചത് കൊണ്ടോ 5 രൂപയുടെ സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ചത് കൊണ്ടോ 2 ഡോസ് മരുന്നെടുത്തത് കൊണ്ടോ മഞ്ഞൾ വെള്ളം കുടിച്ചത് കൊണ്ടോ കരിഞ്ഞീരകം വാരി കഴിച്ചത് കൊണ്ടോ ഒന്നും അല്ല ഇതിനകത്തിരിക്കുന്നത്. ദൈവത്തിന് നമ്മളോടുള്ള ദയ. നിരാപ്രി എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെയൊക്കെ ചെയ്ത കോടിക്കണക്കിന് ജനം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഇന്ന് രാത്രി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിന്നെ ജീവനോടെ വെച്ചിരിക്കണമെങ്കിൽ നീ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. അല്ലെ, തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ ആദരം പൂടി ദൈവസന്നിധിയിൽ ഇരിക്കരുത്. കരമടിക്കാൻ ശക്തിയുള്ളപ്പോൾ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാലുകൾക്ക് ബലമുള്ളപ്പോൾ ഒറ്റ യോഗം മുടക്കരുത്. ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദയ. സറാഫുകൾ ഇങ്ങനെ പാടി, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 10 രൂപയുടെ സോപ്പ് കൊണ്ട് കഴുകിയാൽ പോകുന്ന ഈ കുഞ്ഞൻ വൈറസ്, 5 രൂപയുടെ സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ചാൽ പോകുന്ന ഈ കുഞ്ഞൻ വൈറസ് നമ്മെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. മനുഷ്യന്റെ പ്രയത്നങ്ങൾക്കൊന്നും അവനെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന ശബ്ദം, രക്ഷിക്കാൻ കഴിയുന്ന ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. വേദപുസ്തകം ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ പറയുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും പറഞ്ഞേ നിങ്ങള് മുഴങ്കാലുകളൊക്കെ മടങ്ങുന്ന ഏകനാമമായ യേശുവിന്റെ നാമം. ഒരിക്കലൂടെ വിളിച്ചു പറയാം, 3 ലോകവും മുട്ടുമടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശുവിന്റെ നാമമോ. മൂന്ന് ലോകവും മുട്ടുമടങ്ങുന്ന ഏകനാമം യേശുവിന്റെ നാമമോ. രക്ഷിപ്പാൻ കഴിയുന്ന ഏകനാമം യേശുവിന്റെ നാമമോ. ഈ നാമത്തിൽ ഭൂതങ്ങൾ അലറിയോടും, രോഗി സൗഖ്യമാകും, പാപബന്ധനങ്ങൾ മാറും, ശാപത്തിന്റെ കെട്ടുകൾ മാറും, പൈശാചിക മണ്ഡലങ്ങൾ അലറിയോടും, പാപികൾ മാനസാന്തരപ്പെട്ട് ദൈവസ്ഥലേക്ക് വരും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറായ സ്വതന്ത്രം ജീവിപ്പിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമമായത്, രോഗികളെ സൗഖ്യമാക്കുന്ന നാമമായത്, ഭൂതങ്ങളെ അലറിയോടുന്ന നാമമായത്, പൈശാചിക ബന്ധനങ്ങൾ അഴിയുന്ന നാമമായത്, പാപം മാറുന്ന നാമം, ശാപം മാറുന്ന നാമം. ഏത് നാമമോ? ലോകൈകനാഥനാകുന്നു യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ട് പുസ്തകം പറയുന്നു, മറ്റൊരുത്തനിലും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയാം, വലിയ തിയോളജി ഒന്നും ആരും ഇവിടെ ഇന്ന് പ്രസംഗിച്ചില്ലെങ്കിലും ഞാനോ ഉയർത്തപ്പെട്ടാൽ ഒന്ന് പറഞ്ഞേ, സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. യേശുവിന്റെ നാമം എവിടെയൊക്കെ ഉയർന്നിട്ടുണ്ടോ അവിടെ മഹത്വം ഇറങ്ങിയിട്ടുണ്ട്. ആ നാമത്തിലെ വിടുതലുള്ളതേ, ആ നാമത്തിലെ സൗഖ്യമുള്ളൂ. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ നാമം നിന്റെ ആദരത്തിലൂടെ ഒന്ന് പുറത്തു വന്നാൽ സ്തോത്രം, ചില ബന്ധനങ്ങൾ അഴിയും, ചില ശാപങ്ങൾ മാറും, പാപം മാറും, രോഗം മാറും. സ്തോത്രം. സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കാൻ 3 കാരണമുണ്ടെന്ന്. സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷമാണ്. ആ സന്തോഷം ഓർത്താൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു മതത്തിൻ്റെയും വക്താവായി നിന്നുകൊണ്ടല്ല ഇന്ന് രാത്രി ഞാനിവിടെ യേശുവിനെ പറയുന്നത്, യേശുവിനെ പ്രസംഗിക്കുന്നത്. കാരണം എൻ്റെ യേശു ഒരു മതസ്ഥാപകനല്ല. ലക്ഷം വീട്ടിൽ കിടക്കുന്നവനെയും ലക്ഷപ്രഭുവിനെയും ഒരുപോലെ സ്നേഹിച്ച ഒരു നാമമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമമാണ്. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും വാളുറയിലിടാനും പഠിപ്പിച്ച ഏകനാമം യേശുവിൻ്റെ നാമമാണ്.
ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഏകനാമം യേശുവിന്റെ നാമമാ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിന്റെ നാമമാ. സമാധാനം തരാൻ കഴിയുന്ന ഏകനാമം യേശുവിന്റെ നാമമാ. കാരണം ഇന്ന് ലോകം മുഴുവൻ സമാധാനമില്ലാതെ നെട്ടോട്ടമോടുമ്പോ കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ പന്തലിനകത്തല്ല, വീടുകളിൽ, വീതികളിൽ, വഴിയോരങ്ങൾ, വരാന്തകളിൽ, കടത്തിണ്ണകൾ, വാഹനങ്ങളൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സമാധാനം തരുവാൻ കഴിയുന്ന നാമം, സ്വസ്ഥത തരുവാൻ കഴിയുന്ന നാമം, പാപം മാറ്റുന്ന നാമം, ശാപം മാറ്റുന്ന നാമം, ഏകനാമം യേശുവിന്റെ നാമമോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ 66 പുസ്തകത്തിൽ എവിടെ എടുത്താലും ഈ നാമം എവിടെ ഉച്ചരിക്കപ്പെട്ടോ അവിടെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. 40 നാളോളം ഏലാ താഴ്വരയിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന ഒരു സംസ്ഥാനത്തെ തന്നെ, ഒരു രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ച് നിന്ന മല്ലനായ ഗോലിയാത്തിനോട് അടുക്കുമ്പോൾ അഭിഷേകമുള്ള ദാവീദ് പറഞ്ഞു, സ്തോത്രം, നീ വാളും കുന്തവും വേലും വടിയുമായിട്ടൊക്കെ എൻ്റെ നേരെ വരിക, പക്ഷെ എനിക്കൊന്നേ ഉള്ളൂ, നീ നിന്ദിക്കുന്ന പറഞ്ഞേ ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഇന്ന് രാത്രി ആ നാമം ഉച്ചരിച്ചു കൊണ്ടൊരു പഴയ നിയമഭക്തൻ ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രുവിനെ ജയിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്നെ തകർക്കുവാൻ നോക്കുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്റെ കുടുംബത്തിനെതിരെ നാളുകളായി വെല്ലുവിളിക്കുന്ന, ഹല്ലേലൂയ നിന്റെ ജീവിതത്തോട് നാളുകളായി വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് ജയിക്കുവാൻ ഒരു പഴയ നിയമഭക്തൻ ഈ നാമം ഉച്ചരിച്ചപ്പോൾ വിടുതൽ സംഭവിച്ചെങ്കിൽ രാത്രി വിശ്വസിക്ക്, ഈ നാമത്തിൽ വിടുതലുണ്ട്. ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പത്രോസ് മർക്കോസിന്റെ മാളിക മുറിയിൽ പ്രാപിച്ച ദൈവകൃപയുമായി എഴുന്നേറ്റു. 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. ആത്മസാന്നിധ്യത്തിന്റെ നടുവിൽ 3000 എണ്ണം അകത്തു വന്നു. ഈ ശക്തിയോടെയാണ് ഇവ പുറത്തോട്ട് വരുന്നത്. നോക്കിക്കേ, ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ വാതിക്കൽ, ദേവാലയത്തിന്റെ മുമ്പിൽ അവിടെ ഒരു മുടന്തനായ മനുഷ്യൻ ഇരിക്കും, ഭിക്ഷക്കാരനായ മനുഷ്യൻ. പത്രോസ് യോഹന്നാനോടുകൂടി അവനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഇതെന്താ തരുന്നത്? നസ്രയനായ യേശുവിന്റെ നാമം. ആ നാമത്തിൽ ഭിക്ഷക്കാരനായി മുടന്തൻ ചാടി എഴുന്നേറ്റ് പള്ളിക്കകത്തെ കോടിക്കയറി. ഈ നാമം എവിടെയൊക്കെ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടോ, ശത്രു പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ രോഗി ചാടി എഴുന്നേറ്റിട്ടുണ്ട്. സ്വതന്ത്രം. പൗലോസ് പറഞ്ഞു, വെളിച്ചപ്പാടത്ത് സ്ത്രീയെ നോക്കി ഇങ്ങനെ പറഞ്ഞു, സ്വതന്ത്രം, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇവളെ വിട്ട് പോകാം. സെക്കൻഡുകൾക്കുള്ളിൽ യജമാനന്മാർക്ക് വലിയ ലാഭം കൊടുത്തുകൊണ്ടിരുന്ന വെളിച്ചപ്പാടത്തിന്റെ ആത്മാവ് ആ സ്ത്രീയെ വിട്ടുപോയി. നിരാത്രി വിളിച്ചു പറയാം, സ്തോത്രം, ആ നാമം നിന്റെ ആദരത്തിൽ നിന്ന് വരട്ടെ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു യാദാസി ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. സ്തോത്രം. ഞാൻ പലപ്പോഴും പല സ്റ്റേജുകളിൽ നിന്ന് പറയാറുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ ഞാൻ അഭിനന്ദിക്കാറുണ്ട്. കാരണം അറിഞ്ഞതിനെ അറിഞ്ഞ് ആരാധിക്കും. നിങ്ങൾ സ്തോത്രം പറയത്തില്ലെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറയാൻ പറ്റില്ലല്ലോ. ഹല്ലേലൂയ. മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും, 7 ദിവസം 35 പ്രാവശ്യം നിസ്കരിക്കും. ഞങ്ങളൊക്കെ രാവിലെ ക്ഷേത്രത്തിൽ സ്തോത്രം കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ചെന്ന് തൊഴാതെ ട്യൂഷന് പോലും കുഞ്ഞു പ്രായം മുതൽ വിടത്തില്ലായിരുന്നു. വൈകിട്ട് ദീപാരാധനയും തൊഴും. ദിവസം 2 പ്രാവശ്യം പോകുമായിരുന്നു. 7 ദിവസം 14 പ്രാവശ്യം ഞങ്ങൾ പോകും. സ്തോത്രം. അവർ 7 പ്രാവശ്യം സ്തോത്രം 5 പ്രാവശ്യം നിസ്കരിക്കുക, അല്ലെങ്കിൽ 35 പ്രാവശ്യം ഒരാഴ്ചയാകുമ്പോൾ. ഞങ്ങൾ 14 പ്രാവശ്യം. പക്ഷെ ഞായറാഴ്ച കഷ്ടിച്ചാ നമ്മളൊക്കെ ഇങ്ങോട്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പാസ്റ്റർമാർ സ്റ്റേജിൽ നിന്ന് കുടൽ മറിഞ്ഞു കിടന്നാ പറയുന്നത്. ഒന്ന് സ്തുതിച്ചേ, ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ, കൈ കുടഞ്ഞുകൊണ്ട് സ്തുതിച്ചേ, തല കുലുക്കിക്കൊണ്ട് സ്തുതിച്ചേ, ചിരിച്ചുകൊണ്ട് സ്തുതിച്ചേ. സ്തോത്രം. എന്നാലും ഈജിപ്തിലെ പിരമിഡ് ഇരിക്കുന്ന പോലെ വന്നിരുന്നിട്ട് പോകുന്ന പെന്തിക്കോസുകാരുണ്ട്. ഞങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ പറയിപ്പിക്കണം. ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അറിഞ്ഞപ്പോൾ, അറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ. സ്തോത്രം. ഹൈന്ദവ സഹോദരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ശബരിമലയിലൊക്കെ പോകുന്നത്? നോക്കിക്കേ, വീട്ടിൽ നിന്ന് കെട്ടുമുറുക്കി അവരിറങ്ങി
വീട്ടിൽ നിന്നൊരു തേങ്ങയൊക്കെ അടിച്ച് അവരിറങ്ങുന്നത്, അന്നേരം അവരുടെ അതരത്തിൽ തുടങ്ങുന്നതാ വിളി അല്ലേ. മലയൊക്കെ കയറി ചെന്ന് കാടും മേടും മലയൊക്കെ ചവിട്ടി 18 പടി കൊയ്യോ കുഞ്ഞുങ്ങളൊക്കെ പോകുന്ന, ഞാനും പോയതാ കുറേ നാള്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളൊക്കെ പുറകോട്ട് തിരിഞ്ഞേ വരത്തുള്ളായിരുന്നു, കാരണം പുറകെ തിരിഞ്ഞു വരത്തില്ല. സ്തോത്രം. നോക്കിക്കേ എത്ര ഭക്തിയോടെ ആരാധിക്കുമെന്നറിയാമോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതരം തുടക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അതരം അടയ്ക്കത്തില്ല, തിരിച്ച് വീട്ടിൽ കയറി വരുന്നിടം വരെ. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും 3 ലോകം മുട്ടുമടക്കുന്ന ഏകനാമത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമേ, നീ മൗനമായി ഇരിക്കരുത്. നീ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെയാ, മരിച്ചു മൺമറഞ്ഞു പോകുന്ന ഒരു ദൈവത്തെ അല്ല. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പേര് സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം. എന്താ സർവശക്തനായ ദൈവം? ആ സർവശക്തനായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുള്ളത് എന്താണെന്നറിയാമോ? ദൈവത്തെ ആര് സൃഷ്ടിച്ചതാകരുത്, ദൈവം സകലവും ചമച്ചവനാ. ഈ അണ്ടചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനാ. സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിര് വെച്ചവനാ. ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവനാ. ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ പേര് എന്ത്? സർവശക്തൻ. പിന്നെ സർവജ്ഞാനിയായ ദൈവം. കേട്ടിട്ടുണ്ടോ? എന്താണ് പറഞ്ഞേ? സർവജ്ഞാനിയായ ദൈവം. എന്താ സർവജ്ഞാനി? ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവകാലത്തു തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് പ്രസ്താവിക്കുന്നവനായിരിക്കണം ദൈവം. ഒന്നുകൂടെ പറഞ്ഞാൽ ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദി പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും കന്നഡയിൽ പ്രാർത്ഥിച്ചാലും അറബിയിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു ദൈവം. സ്തോത്രം. സർവജ്ഞാനി. 3 സർവ വ്യാപി. സർവവ്യാപി എന്ന് പറഞ്ഞാൽ എന്താ? തൊഴുക്കൽ ദേശം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, നെയ്യാറ്റിൻകര കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, കാട്ടാക്കട കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, ട്രിവാൻഡ്രം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല സർവവ്യാപി. കേരള സംസ്ഥാനം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, ഇന്ത്യ മഹാരാജ്യം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. സ്വർഗത്തിൽ കയറിയാൽ ഞാൻ അവിടെ ഉണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്. സർവവ്യാപിയായ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല, ഒരു സംസ്ഥാനത്ത് ഒരു ഡിസ്ട്രിക്റ്റിലോ ഒരു രാജ്യത്തും ഒതുങ്ങി നിൽക്കുന്നവരല്ല. സർവവ്യാപിയായ ദൈവം. ഒരിക്കൽ കൂടി വിളിച്ചു പറയാം, 3 ലോകം മുട്ടുമടക്കുന്ന ഏകനാമം യേശുവിന്റെ നാമമാണ്. അവൻ സർവശക്തിയുള്ള ദൈവമാ, സർവജ്ഞാനിയായ ദൈവമാ, സർവവ്യാപിയായ ദൈവമാ. ആ ദൈവം വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ആ സ്വർഗത്തെക്കുറിച്ചുള്ള ആ സന്തോഷത്തിലാണ് വിളിച്ചു പറയുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷം. രണ്ടാമത് ഈ സുവിശേഷം പ്രസംഗിക്കാനുള്ള കാരണം നരകത്തെക്കുറിച്ചുള്ള ഭീകരതയാണ്. സ്തോത്രം. 1 സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷമാണ് പ്രസംഗിക്കുന്നെങ്കിൽ 2 നരകത്തെക്കുറിച്ചുള്ള ഭീകരതയാ. സ്തോത്രം. കെടാത്ത തീയും ക്ഷാകാത്ത പുഴുമുള്ള നിത്യാഗ്നി. അത് മനുഷ്യർക്ക് വേണ്ടിയല്ല, പിശാചിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ അവനെ പിൻപറ്റുന്നവരും അവിടേക്കാണ് പോകുന്നത്. 3 പ്രസംഗിക്കാൻ കാരണം സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. 1 സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷം, 2 നരകത്തെക്കുറിച്ചുള്ള ഭീകരത, 3 യേശു ക്രിസ്തുവിന്റെ എന്താ വാക്ക്? ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും പറഞ്ഞേ സുവിശേഷം അറിയിക്കണം, ഈ സദ്വർത്തമാനം അറിയിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ തെരുവിൽ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഈ മഹത്വം കണ്ടറിഞ്ഞവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഈ മഹത്വം തിരിച്ചറിഞ്ഞവർക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല. ഈ മഹത്വത്തിന്റെ ശക്തി അറിഞ്ഞവൻ അടങ്ങിയിരിക്കത്തിൽ. അവൻ പാടും, അവൻ സ്തുതിക്കും, അവൻ മഹത്വപ്പെടുത്തും. കാരാഗ്രഹത്തിലും അവൻ പാടും, കാരാഗ്രഹത്തിലും അവൻ പ്രാർത്ഥിക്കും. ചങ്ങലകൾ കണ്ടാലും വാളിന്റെ മുമ്പിലും ഹല്ലേലൂയ അല്ലേ പാടേണ്ടവൻ പാടും, ആരാധിക്കേണ്ടവൻ ആരാധിക്കും. ഹല്ലേലൂയ. യേശുക്രിസ്തു ആരെന്നോ രക്ഷ എന്തെന്നോ അറിയാൻ വയ്യാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. നിത്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ നിത്യമായ സന്തോഷത്തെക്കുറിച്ച്
കോളേജ് വിദ്യാഭ്യാസം കേൾക്കുവാനിടയായി തീർന്നു. ഒത്തിരി നാമത്തിനെതിരെ നിന്നു. സത്യവേദ പുസ്തകത്തിന്റെ താളുകളെ വാക്കുതർക്കത്തിനൊടുവിൽ വലത് കൈ കൊണ്ട് വലിച്ചു കീറി പരിക്കനുള്ള സിമെന്റ് തറയിലേക്ക് ഇട്ട് പാരകണ്ട ചെരുപ്പ് കൊണ്ട് ചവിട്ടി അതേ തുപ്പിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ യേശു ജീവനുള്ളെങ്കിൽ അവന്റെ ശക്തി കാണട്ടെന്ന്. ഒറ്റ വാക്കിൽ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഏത് കരം കൊണ്ട് പുസ്തകം വലിച്ചു കീറി ആ കരം തളർന്നു, ഏത് കാലം കൊണ്ട് ചവിട്ടി ആ കാല് തളർന്നു, ഏത് അതരം കൊണ്ട് ഇതിനെ തുപ്പിയോ ആ നാവ് താണ്. സ്തോത്രം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് സ്തോത്രം പല ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് ജാതകത്തിൽ ആ പ്രായം വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഉലകത്തിലെ വൈദ്യന്മാർ ഉപേക്ഷിക്കുമ്പോൾ വായുവസ്ഥയ്ക്ക് കോടി സംസാരശേഷി നഷ്ടപ്പെട്ട് സമൃദ്ധമായ മുടി കൊഴിഞ്ഞ് 18 കിലോ പോലും തികച്ചില്ലാത്ത ഒരു അസ്ഥിപഞ്ജരമായി വലത് കൈയും വലത് കാലും ശോഷിച്ചു. പോളിയോ വന്ന കുഞ്ഞിന്റെ കാലും കൈയും പോലെ. ശേഷം 3.5 മാസം കഴിഞ്ഞപ്പോൾ ഇടത് കൈയും ഇടത് കാലും ശോഷിച്ചു. ഒടുവിൽ ലോകം കൈവിട്ട എന്നെ യേശു രക്ഷിച്ചു. തെരുവിൽ നിന്നുകൊണ്ട് ഒരു കോളാമ്പി മൈക്കിനകത്തൂടെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സഞ്ചിയും കഴുത്തി തോളിൽ തൂക്കിയിട്ട് ചില ഉപദേശിമാർ പ്രസംഗിച്ചു. ലാസറിനെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്. ലാസർ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ഉള്ളതാണോ ബൈബിളിലെ ആണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ജാതികൾ തിങ്ങിപ്പാർക്കുന്ന ദേശത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ചു പറയാൻ വന്നവർ സ്വത്രം മതപരിവർത്തനം അറിയിക്കുന്നൊക്കെ പറഞ്ഞ് പ്രകോപനങ്ങളൊക്കെ ഉണ്ടായി. ഒടുവിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എന്റെ കിടക്കക്കരികിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവളെ എഴുന്നേൽപ്പിക്കേ. ഈ സമയത്ത് ആത്മാവിന് മോക്ഷം കിട്ടാൻ തീർത്ഥവും കുടിച്ചുകൊണ്ട് തുളസിത്തന്റെ തീർത്ഥം മുക്കി ചുണ്ടത്ത് വെച്ച് തന്നുകൊണ്ടിരിക്കുന്ന അവിടെ കിടക്കുമ്പോ പ്രിയരെ സ്തോത്രം ചുറ്റും നിന്നുകൊണ്ട് കരം കോർത്ത് പിടിച്ച് ആത്മനിറവിൽ ആരാധിച്ചെന്റെ പരിണിത ഫലമാ ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നതാ. എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയും? അല്ലേ, ആരാധനയുടെ നടുവിൽ ബന്ധനങ്ങൾ അഴിയും, ആരാധനയുടെ നടുവിൽ കേട്ടുകൾ അഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ വിട്ടയയ്ക്കോ എന്റെ ജനം. ഏതാ ഈ എന്റെ ജനം? സ്തോത്രം. 29-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന് ശക്തി നൽകും. അടുത്തത്, ഞാൻ എന്റെ ജനത്തെ സമാധാനം നൽകി. ഒരു ഉറപ്പുണ്ടോ? നിരാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാല്യക്കാർ ക്ഷീണിച്ചു പോകുമ്പോൾ, യൗവനക്കാർ ഇടറി വീഴുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. തമ്പുരാൻ പറഞ്ഞു, എന്റെ ജനം. 74-ാം സങ്കീർത്തനത്തിൽ പറയുന്നു 2-ാം വാക്യത്തിൽ, ഞാൻ പണ്ട് സമ്പാദിച്ച എന്റെ സഭ എന്റെ ജനം. നമ്മൾ വിചാരിക്കുന്നത് 10 വർഷമായി 20 വർഷമായി 25 വർഷമായി 7 വർഷമായി അല്ല. തമ്പുരാൻ ഉലക സ്ഥാപനത്തിന് മുമ്പേ ഞാൻ സമ്പാദിച്ച എന്റെ ജനം. പ്രൈസ് ദി ലോർഡ്. എന്റെ ജനത്തിന് ഞാൻ ശക്തി തരും, എന്റെ ജനത്തിന് ഞാൻ സമാധാനം നൽകി അനുഗ്രഹിക്കും. ആരാ എന്റെ ജനം? ഞാൻ പണ്ട് സമ്പാദിച്ച എന്റെ ജനം. സ്തോത്രം. ബാല്യക്കാർ ക്ഷീണിച്ചു പോകുമ്പോൾ, യൗവനക്കാർ ഇടറി വീഴുമ്പോ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, ആരാധിക്കുന്നവനെ ശപിക്കാൻ പറ്റുമോ? ആരാധിക്കുന്നവനെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു ജനം. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 11:32, 12, 1, 2 ഒക്കെ വായിക്കുമ്പോൾ സ്വതം ജീവപുസ്തകത്തിൽ പേരുള്ള ജനം. സന്തോഷമുണ്ടോ? സ്വതം. ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത അവരുടെ പേര് പറഞ്ഞേ, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ജനം. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇവിടെ വെച്ച് ആ കാര്യം ഉറപ്പുവരുത്തണം. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ ലേഖനത്തിൽ പറയുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്ക്, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്. നീ ഇവിടെ വെച്ചൊരു ഉറപ്പ് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാ ഞാൻ പറഞ്ഞ, അനുഭവമുള്ളവന് മൗനമായി ഇരിക്കാൻ പറ്റത്തില്ല. വിടുതൽ അനുഭവിച്ചവര് അടങ്ങിയിരിക്കത്തില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവിന്റെ അമ്മ മറിയ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടുകാരോട് പറഞ്ഞതാ, അവൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ, നിങ്ങൾ അതുപോലൊന്ന് ചെയ്യേ.
എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്താൽ അവിടെ വിടുതൽ സംഭവിക്കും. സ്തോത്രം. എന്താ യേശുവിൻ്റെ അമ്മ മറിയ ഇത് പറയാൻ കാരണം? ചുമ്മാതൊരു രസത്തിന് അവിടെ വെച്ച് പറഞ്ഞതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു രസത്തിന് പറഞ്ഞതല്ല. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്. കാരണം നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം എടുക്കണ്ട, പുരോഹിതനായ സെഖരിയാവിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. പുരോഹിതന് വിശ്വസിക്കാൻ കഴിയാതിരുന്ന സാഹചര്യം. കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വൃദ്ധനാ, എൻ്റെ ഭാര്യ വയസ്സി എന്നവളാ. പ്രാർത്ഥിക്കുന്നതൊക്കെ കാര്യം ശരിയാ, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ദൂതൻ പറഞ്ഞത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. പക്ഷെ പ്രാർത്ഥന ഒരു വശത്ത് നടക്കുമ്പോഴും സ്വർഗം കീറി മറിച്ച് ദൂതൻ ഇറങ്ങി അകത്ത് വന്ന് ജനമെല്ലാം പ്രാകാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അകത്തോട്ട് ആർക്കും വരാൻ പറ്റത്തില്ല. പക്ഷെ അകത്ത് ദൂതൻ ഇറങ്ങി വന്നിട്ട് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പുരോഹിതൻ. ഇന്നും അങ്ങനെ ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലരോട് രക്ഷിക്കപ്പെടണമെന്ന് സ്നാനപ്പെടണമെന്നൊക്കെ പറയുമ്പോൾ പറയുന്നതാ, ദൈവം എന്നോട്. സ്തോത്രം. അത് അബ്രഹാം ധനവാനോട് പറഞ്ഞതുപോലെ അവിടെ മോശയും, നിങ്ങളൊന്ന് സഹകരിച്ചേ, ഞാൻ തന്നെ വാദിയും പ്രതിയായിക്കൊണ്ടിരിക്കുക. മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ട്. അവരവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് വെച്ചാൽ, മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, അവരെഴുതിയ ന്യായപ്രമാണം ഓടിയിരിപ്പുണ്ട്. അത് വായിച്ച് ഗുണപ്പെടുന്നെങ്കിൽ പെട്ടാൽ മതി. അല്ലാതെ ഇവൻ അങ്ങോട്ട് ചെന്നാലും എന്ത് ചെയ്യത്തില്ല. ആര്? ലാസർ അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നാലും അവരെന്ത് ചെയ്യത്തില്ല. ഒന്ന് പറഞ്ഞേ. സ്തോത്രം. വേറൊരു ലാസറിനെ നമുക്കറിയാം. അതേതാണെന്നറിയാമോ? ബെഥാനിയയിലെ മാർത്തയുടെയും മറിയുടെയും, ശ്രദ്ധിച്ചേ, സഹോദരനായ അദ്ദേഹത്തെ യേശു ഉയർപ്പിച്ചു. ഈ ലാസറല്ല, അദ്ദേഹത്തെ യേശു ഉയർപ്പിച്ചു. അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് എന്ന് പന്തിയുടെ മുമ്പിൽ യേശുവിൻ്റെ കൂടി ഇരുന്നപ്പം ഒരു വിശ്വസിച്ചോ? യേശുവിനെ മാത്രമല്ല, ഇവനെ കൂടെ കൊല്ലണമെന്ന്. അവിടെ അബ്രഹാം പിതാവ് പറയാ, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, അവരെഴുതിയ ന്യായപ്രമാണം ഇരിപ്പുണ്ടെന്ന്. അത് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാൽ മതി. അല്ലാതെ മരിച്ചവരൊന്നും എഴുന്നേറ്റ് വന്ന് പറയത്തില്ല. നിരാത്രി പ്രിയരെ, നിന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം നിന്റെ ഭവനത്തിൽ ഇരുന്നാൽ അതൊരു വിടുതലാ. ഈ പുസ്തകം നിന്റെ വീട്ടിൽ നിന്ന് വിടുതലാ. ആ അനുഭവ സാക്ഷികളൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പറയാനുണ്ട്. എനിക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ, സ്തോത്രം, എൻ്റെ അപ്പൻ രാവിലെ പൂജ കഴിഞ്ഞിട്ട്, സ്തോത്രം, 101 രുദ്രാക്ഷത്തിന്റെ മാലയും ജപിച്ചുകൊണ്ട് യാരികസനെ വെളിയിൽ കിടക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ, സ്തോത്രം, അദ്ദേഹം ഒരു പുതിയ നിയമം കൊണ്ട് കൊടുത്തു. ഒത്തിരി ട്രാക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിനെയൊക്കെ നിരാകരിക്കും. ഒടുവിൽ സ്ഥലം മാറി പോകുമ്പോൾ അദ്ദേഹം ഒരു പുതിയ നിയമം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അവിടുന്ന് ഇതാ പൂജ മുറിക്കകത്ത് വെച്ചാ മതി. ഭാഗവതത്തിന്റെയും രാമായണത്തിന്റെയും വേദങ്ങളുടെയും കൂടെ ഏറ്റവും താഴെ വായിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞു. വായിക്കുകയും വേണ്ട, തൊടുകയും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇത് അവിടെ കൊണ്ടൊന്ന് വെച്ചാ മതി. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഈ പുസ്തകം അവിടെ ഇരുന്നതിന്റെ പരിണിത ഫലമാ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഏതൊക്കെ ഭവനത്തിൽ കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ആരൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അവന്റെ തലമുറ ലജ്ജിച്ച് പോകത്തില്ല. ദൂത് ഞാൻ പറയാം, അപ്പനും അമ്മയും ദൈവത്തെ മര്യാദയ്ക്ക് ആരാധിച്ചാൽ തലമുറകൾ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കും. ഇത് ചുമന്ന് ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. സ്തോത്രം. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു ദൂതുണ്ട്. ഈ നിർവ്യാജ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും പിന്നെ നിന്റെ അമ്മ യുനീക്കയിലും കണ്ടു. ഇതെവിടുന്നാ വന്ന്? ഏത് വിശ്വാസമാ എന്ന് പറഞ്ഞേ? ഏത് വിശ്വാസം? നിർവ്യാജ. സ്തോത്രം. വ്യാജമില്ലാത്ത ഈ വിശ്വാസം നിന്റെ വലിയമ്മയിൽ കണ്ടതാ. അത് നിന്റെ അമ്മയിലേക്ക് വന്നു. ഇപ്പൊ അത് നിന്നിലും ഞാൻ കണ്ടിരിക്കുന്നു. മക്കൾ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, മക്കൾ ദൈവഭയത്തിൽ വളരണമെങ്കിൽ, മക്കൾ ദൈവരാജ്യത്തിന് മഹത്വമായി മാറണമെങ്കിൽ മാതാപിതാക്കൾ ദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കണം.
ആർക്കും ആരെയും നിയന്ത്രിക്കാൻ വയ്യാത്തൊരു കാലം. പല സ്റ്റേജുകളും ഞാൻ പറയാറുണ്ട്, വീട്ടിലിരിക്കുന്ന ടിവിയിലെ ചാനലുകളെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ ഇന്നിന്റെ തലമുറകളെ നിയന്ത്രിക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നവന് കഴിയും. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ പറ്റത്തില്ല, അതുപോലെ സംഭവങ്ങൾ. ശ്രദ്ധിക്കണമേ. സ്തോത്രം. മാതാപിതാക്കൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന തലമുറയ്ക്ക് വേണ്ടി കണക്കിടും. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എബ്രായ ലേഖനം 7-ാം അധ്യായമുണ്ട്. 7-ാം അധ്യായത്തിലുണ്ട്, എനിക്ക് തോന്നുന്നു 9-10 വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ട്. കൊച്ചുമോന്റെ മോന. അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ, സ്തോത്രം, കൊച്ചുമോന്റെ മോന. ലേവി ദശാംശം കൊടുത്തതായിട്ട് പുസ്തകം കണക്കിട്ടു. വല്യപ്പൻ ചെയ്തത് തലമുറയ്ക്ക് വേണ്ടി കണക്കിടുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. ലേവി കൊടുത്തതായിട്ട് പുസ്തകം വെളിപ്പെടുത്തുന്നു. മാതാപിതാക്കൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തത് തലമുറയ്ക്ക് വേണ്ടി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ കരം തട്ടി ദൈവത്തെ സ്തുതിക്കും? അതങ്ങനെ തന്നെയാ ഇവിടെ സംഭവിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീതിയായി ദൈവം കണക്കിട്ടു. നോക്കിക്കേ, കൂടാരത്തിന്റെ വാതിക്കലിരിക്കുന്ന അബ്രഹാം വീട്ടിലേക്ക് കയറി വരുന്ന 3 ദൂതന്മാരെ ഓടിച്ചെന്ന് സ്വീകരിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് അങ്ങോട്ട് ചെന്ന്, സ്തോത്രം, ബാല്യക്കാരോട് പറയല്ല, താൻ തന്നെ ഓടിച്ചെന്ന് കാര്യങ്ങൾ അങ്ങ് ചെയ്യുക. സ്തോത്രം. 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് 3 പേർക്കും ഇടങ്ങഴി വെച്ച്, സ്തോത്രം, അങ്ങോട്ട് കൊടുത്തു. ഹല്ലേലൂയ. അപ്പം കൊടുത്തപ്പോൾ ആളൊന്നിന് ഇടങ്ങഴി. സ്തോത്രം. മാംസം കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ, ഇറച്ചി ഇഷ്ടം പോലെ കൊടുത്തു. അപ്പം ആളൊന്നിന് ഇടങ്ങഴി. അളക്കുന്ന അളവിനാ തിരിച്ചു തരുന്ന ദൈവം. മരുഭൂമി തലമുറയ്ക്ക് കൊടുത്തത്, മന്ന കൊടുത്തത് ആളൊന്നിന് ഇടങ്ങഴി, അല്ലെ ക്രമിച്ചു പോകും കൂടുതൽ പെറുക്കിയ. പക്ഷേ കാടപ്പക്ഷികളെ ഇഷ്ടം പോലെ കൊടുത്തു. നീ അളക്കുന്ന അളവിനാൽ, സ്തോത്രമാണെങ്കിൽ അത് അങ്ങനെ, അല്ലെങ്കിൽ നീ അളക്കുന്ന അളവിനാൽ നിനക്ക് തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തലമുറയെ മരുഭൂമി കരുതിയ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്ക്. നീ ദൈവരാജ്യത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. നിർവ്യാജ വിശ്വാസം തിമോത്തിയോസിലേക്ക് വന്നെങ്കിൽ അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തത്, ഹല്ലേലൂയ, കൊച്ചുമന്റെ മകനായ ലേവി കൊടുത്തതായി കണക്കിട്ടെങ്കിൽ സന്തോഷമുണ്ടോ? വയലിൽ നിന്ന് കയറി വരുന്ന കുറേനക്കാരനായ ശിമോൻ, പീലാത്തോസിന്റെ ഗബദ കൽത്തളം മുതൽ കാൽവറി വരെ വീണുമെഴുന്നേറ്റും ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് ആപാദചൂടൻ രക്തത്തിൽ കുളിച്ച യേശു കർത്താവ് ഭാരമേറിയ മരക്കുരിശുമായി നടന്നു പോകുമ്പോൾ, സ്തോത്രം, ആ മലവരെ കയറത്തില്ലെന്നവർക്ക് തോന്നിയപ്പോൾ അത് ദൈവത്തിൻ്റെ നീതിയാ. അന്നത്തേക്കുള്ള അന്നം തേടി 2 കുഞ്ഞുങ്ങളുണ്ട് കുറേനക്കാരന്. അവൻ വയലിൽ നിന്ന് ജോലി കഴിഞ്ഞ് കയറി വരുക. ഇവിടെ നടക്കുന്ന ബഹളങ്ങളൊന്നും അവനെ ബാധിക്കുന്നില്ല. അവൻ വേല കഴിഞ്ഞ് തിരിച്ചു കയറി വരുമ്പോൾ നിർബന്ധത്താൽ ആ ക്രൂശ് എടുത്ത് അവൻ ചുമലിൽ വെച്ചു. സത്യം പറഞ്ഞ ക്രൂശാണോ എന്ന് പോലും അറിയത്തില്ല. അവൻ ആ ക്രൂശിൽ പിടിച്ച് അവന്റെ തലമുറയുടെ കയ്യെ തമ്പുരാൻ പിടിച്ചു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെളി വരണ്ട ശരീരമായി കയറി വന്നവൻ ഭാരമേറിയ മരക്കുരിശ്, ഹല്ലേലൂയ, റോമൻ പടയാളികളുടെ കൽപ്പനയാൽ അവന്റെ ചുമലിലേക്കൊന്ന് വെച്ചപ്പോൾ ആ തടിയുടെ അറ്റത്ത് അവനൊന്ന് ചുമന്നതാ അവന്റെ തലമുറയുടെ കയ്യെ തമ്പുരാൻ പിടിച്ചു. ഇന്ന് രാത്രി ദൈവരാജ്യ മഹത്വത്തിന് നീ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ, ഈ പുസ്തകം ചുമന്നിട്ടുണ്ടെങ്കിൽ ഇത് നിന്നെ ചുമക്കും, നിന്റെ തലമുറകളെ ചുമക്കും. ക്രിസ്തുവിൽ തലമുറകൾ പ്രസിദ്ധരായി മാറി. കൽപ്പന പുറപ്പെടുവിച്ച എന്റെ കസേരയിലേക്ക് തമ്പുരാൻ കയറ്റി അങ്ങോട്ട് ഇരുത്തി. രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നോ? സ്തോത്രം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം എടുക്കണ്ട. സ്തോത്രം. കോരേശ് എന്റെ പറഞ്ഞേ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യുന്നു. ആരാ ഈ കോരേശ്? വായിച്ചപ്പോ ജാതിക രാജാവായ കോരേശ്, ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. വാതിലുകൾ അവന്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിന്, കതകുകൾ അവന്റെ മുമ്പിൽ
തുറന്നിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കരം പിടിച്ചിരിക്കും. ആരായി കോരേശ്? ആദ്യമൊക്കെ വായിച്ചപ്പോൾ ദൈവമേ ജാതീയ രാജാവിന്റെ വലങ്കരം പിടിച്ചു. പക്ഷേ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, വില കൊടുത്ത ഒരു വല്യമ്മച്ചിയുണ്ട്. എത്ര പേര് ഗ്രഹിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു രാജ്യത്തെ തന്നെ ഉന്മൂലനാശം വരുത്തുമെന്ന് വെല്ലുവിളിച്ചതായ ഹാമാനും അഹശ്വേരോശും, സ്തോത്രം, ഹല്ലേലൂയ, ഹാമാൻ വെല്ലുവിളിച്ചു, യഹൂദാ ജനത്തെ മുഴുവൻ മുടിച്ചു കളയുമെന്ന്. ആദാർ മാസമാകുന്ന 12-ാം മാസം 13-ാം തീയതി തന്നെ ഈ ജനത്തെ മുഴുവൻ ഉന്മൂലനാശം വരുത്തുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, ശൂശൻ പട്ടണം കലങ്ങിയിരിക്കുമ്പോൾ ഒരു വല്യമ്മച്ചി എഴുന്നേറ്റു. ആ വല്യമ്മച്ചിയുടെ പേര് എസ്തേർ. ആ വല്യമ്മച്ചിയുടെ പേരാ എസ്തേർ. അവൾ ഒന്നും നോക്കിയില്ല. 3 രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണച്ചിട്ട് അവൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോവാ, രാജാവിന്റെ അടുക്കലേക്ക് പോകാ. അവൾ മധ്യസ്ഥ അണച്ചു. ഒരു കുലത്തെ മുഴുവൻ അവൾ വിടുവിച്ചെങ്കിൽ അവിടെ കൊച്ചുമോന കോരേശ്. ഇന്ന് രാത്രി വിശ്വസിക്ക്, ഒരു കൂട്ടം ജനത്തിന് വേണ്ടി മധ്യസ്ഥ ഒരു വല്യമ്മച്ചിയുടെ കൊച്ചുമോനാണ് അവൻ. എന്റെ ഇടയൻ, ഞാൻ അവനെ വലങ്കരം പിടിച്ചിരിക്കുന്നു. മാതാപിതാക്കളോടൊരു ദൂത, തമ്പുരാന് വേണ്ടി നീ നെറ്റിയും കാണിച്ച് നിവരെ നിന്നാൽ തലമുറകൾ ദൈവരാജ്യത്തിന് മഹത്വമായി മാറും. എന്തിനാ നമ്മെ വിളിച്ചത്? ഇന്നും നമുക്കറിയത്തില്ല എന്തിനാ വിളിച്ചത്. വേദപുസ്തകം പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ പറഞ്ഞേ എന്റെ ജനത്തെ വിട്ടയക്കണം. അപ്പൊ മഹത്വം തിരിച്ചറിയ. എന്തുകൊണ്ടാ മറിയ പറഞ്ഞത്? അവൻ എന്തോ പറഞ്ഞാലും നിങ്ങൾ അതുപോലെ ചെയ്തു. കാരണം സെഖര്യാവിന് വിശ്വസിക്കാൻ കഴിയാതെ നാവ് പൂട്ടി 4 ചുവരിനകത്തിരിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഗബ്രിയേൽ ദൂതൻ ഇവിടെ എടുക്കാമെന്ന് പറഞ്ഞു, മറിയ എടുക്കാമെന്ന് പറഞ്ഞു. കൃപ ലഭിച്ചവളെ, എന്തോന്ന് വന്ദനം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, പുരുഷനെ അറിയായികയാൽ എങ്ങനെ സംഭവിക്കും? ചോദ്യം, ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. സ്തോത്രം. അവൾ ഏൽപ്പിച്ചു കൊടുത്ത കണ്ടോ? പുരോഹിതൻ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നപ്പോൾ വിശ്വസിക്കാൻ കഴിയാൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. തൽക്ഷണം ക്രിസ്തു അകത്ത് ഉരുവായി. വിശ്വസിക്കുന്ന സെക്കൻഡ് വിടുതൽ സംഭവിക്കും. നിങ്ങൾ എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട്? എനിക്ക് അറിയത്തില്ല. എനിക്ക് 88 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. രാമനാമം മാത്രം ജപിച്ചുകൊണ്ട് നമ്മ സ്തോത്രം പറയുന്ന അമ്മയാക്കി ദൈവം മാറ്റി. പ്രൈസലോ. കണ്ണിൽ പ്രഷർ കൂടി ഗ്ലൂക്കോമയായിട്ട് ഒടുവിൽ ഒറ്റ വാക്കി പറയാം, ലോകവൈദ്യന്മാർ ഉപേക്ഷിക്കുമ്പോൾ മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ കണ്ണിൻ്റെ കറുത്ത ഭാഗം ഏതാ വെളുത്ത ഭാഗം ഏതാന്ന് മനസ്സിലാക്കാൻ വയ്യാത്ത രീതി പഴുത്തെളിഞ്ഞ് വെളിയിലേക്ക് തള്ളി. നരമ്പുകളൊക്കെ ഉയർന്നു നിൽക്കുക. ഇവിടെ മുഴ പോലെ ഇങ്ങനെ വന്നു. സ്തോത്രം. സംസാരിക്കാൻ തന്നെ ചെവി ചേർത്ത് പിടിച്ചാലേ കേൾക്കത്തുള്ളൂ. സ്തോത്രം. 3.5 മാസം കഴിഞ്ഞപ്പോൾ പ്രഷർ കൂടിയതാ. ഒടുവിൽ 3.5 മാസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കണ്ണെടുത്ത് കളയണം, മണിക്കൂറുകൾക്കുള്ളിൽ കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞ് കണ്ണ് പഴുത്ത് സ്തോത്രം പഴുപ്പ് കയറിയിരിക്കുന്ന അവസ്ഥയിൽ സ്തോത്രം മണിക്കൂറുകൾ പറഞ്ഞപ്പോൾ സന്ധ്യാവേളയിൽ ലോകവൈദ്യന്മാർ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ, പ്രിയരെ, ആ സന്ധ്യയ്ക്ക് ഞങ്ങൾക്ക് അവിടുന്ന് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ 5 മണിക്കത്തേക്ക് കാറ് ബുക്ക് ചെയ്തു. എന്നാൽ അന്ന് രാത്രി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, സ്തോത്രം, ഞാൻ വീട്ടിൽ ഏറ്റവും ഇളയതാ, മോനെ, നീ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം സർവ്വശക്തിയുള്ള ദൈവമല്ലയോ? എന്നിട്ട് എൻ്റെ അമ്മ പറയുക, സ്തോത്രം, ചെവി ചേർത്ത് പിടിച്ചാലേ സംസാരിക്കുന്നത് പോലും കേൾക്കത്തുള്ളൂ. ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞരമ്പുകളൊക്കെ ഇങ്ങനെ ഉയർന്നിരിക്കുന്നു. സ്തോത്രം. അല്ലേലെ കണ്ണ് പഴുത്തെളിഞ്ഞു പോയി. സ്തോത്രം. കോട്ടനും ഗോസും കൂടെ മഞ്ഞിച്ചിങ്ങനെ ഇരിക്കുക. അമ്മ പറഞ്ഞു, ഉറക്കം വരുന്നിടം വരെ വലത് കൈ എന്റെ കണ്ണെ വെച്ചൊന്ന് സ്തോത്രം പറയാമോ എന്ന്. സ്തോത്രത്തിന്റെ ശക്തിയാ ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷേ പല സ്റ്റേജിലും നിങ്ങളിത് കേട്ട് കാണും. രാത്രി 10:15 മുതൽ വെളുപ്പിന് 3:30 വരെ ഇതുപോലൊരു ഷാള് തലയിലേക്ക് ഇട്ട് കട്ടിലിന്റെ കാൽ വന്ന് താഴെ മുട്ടുമടക്കിയിട്ട് വലത് കൈയെടുത്ത് കണ്ണിലോട്ട് വെച്ച് സ്തോത്രം 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 എന്ന് പറഞ്ഞു. വിടുവിക്കണമേ എന്ന് പറഞ്ഞില്ല, സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞില്ല, ഇപ്പൊ വിടുതൽ ഒന്നും പറഞ്ഞില്ല. അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്താൽ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എരിഹോവിന്റെ മതിൽ തകർന്നത് കായിക ബലം കൊണ്ടല്ല, പുരോഹിതന്മാർ കാഹളം മുതുകയും ജനം ഒരുമിച്ച് ആർപ്പിടുകയും ചെയ്തപ്പോൾ
സ്തുതിച്ചപ്പോൾ പട്ടണത്തിന്റെ മതിൽ വീണെങ്കിൽ, കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവൻ പാടി സ്തുതിച്ചപ്പോൾ അടിസ്ഥാനത്തെ തകർക്കാൻ സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ, സിംഹത്തിന്റെ വായടയ്ക്കാൻ സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ, തീയുടെ ബലത്തെ കെടുത്തുവാൻ സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ, മരുഭൂമിയിൽ സംസാരിക്കുന്ന ഒരു ദൈവം, പൊട്ടക്കുടിയിലിട്ടാലും ഇറങ്ങി വരുന്ന ഒരു ദൈവം, പത്മോസിന്റെ ഏകാന്തതയിലും കൃപ അനുഭവിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയോ. അന്ന് രാത്രി സ്തോത്രം പറയാൻ തുടങ്ങി. 10:15 മുതൽ 3:30 വരെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭയങ്കര ശക്തിയാണ് ഇത്. എൻ്റെ നാമത്തിന് മഹത്വം ഒന്ന് കൊടുത്തേ. മനഃപൂർവമായ സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ പറഞ്ഞേ, എന്നെ മഹത്വപ്പെടുത്തുന്നു. ആരെ മഹത്വപ്പെടുത്താനിരിക്കുക? ആർക്ക് മഹത്വം കൊടുക്കാനിരിക്കുക? സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അനുഭവിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അയ്യോ, 24 മൂപ്പന്മാരും കസേരയിൽ നിന്ന് വീണിട്ട് കിരീടങ്ങളെ എടുത്ത് കളഞ്ഞിട്ട് അവർ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക. സാറാഫുകൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മുഴങ്കാലും അടക്കി കണ്ണടച്ച് കരമടിച്ച് ആത്മനിറവിലൊന്ന് ആരാധിച്ച് ആ കൃപ എത്രമാത്രം അനുഭവിക്കാൻ കഴിയുമെന്നറിയാമോ? അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി അത് അനുഭവിച്ചവരുടെ തലമുറയായി വിളിക്കുന്നത്. ജീസസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് 31-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്ക് അങ്ങ് നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 5:30 ആയപ്പോൾ, സ്തോത്രം, 3:30 ആയപ്പോൾ ഷാള് നിലത്തോട്ടിട്ട് കട്ടിലിൻ്റെ താഴെ തന്നെ കിടന്നു. 5 മണിയായപ്പോൾ സെൽഫോൺ റിങ് ചെയ്തു. സ്തോത്രം. ചാടി എഴുന്നേറ്റപ്പോൾ അടുത്തുള്ള ഒരു ഹൈറ്റോ കുടുംബത്തിൽ ഒരു സഹോദരിയെ കാർ ഓടിക്കാൻ വിളിച്ചിരുന്നത്. ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ എഴുന്നേറ്റില്ലയോ? ഗേറ്റ് തുറന്നില്ലേ? ലൈറ്റ് ഇട്ടില്ലേ? ഞങ്ങൾ വന്നു. സ്തോത്രം. 5 മണിയപ്പോൾ ചാടി എഴുന്നേറ്റിട്ട്, സ്തോത്രം, കാരണം 10:15 മുതൽ 3:30 വരെ സ്തോത്രം പറഞ്ഞിട്ട് കിടന്നതാ. അമ്മയെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ സാരി ഒന്നും കൊടുക്കാൻ സമയമില്ല, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലിട്ട് പോകണം, പെട്ടെന്നൊരു നൈറ്റ് എടുത്തിട്ട് ഷാൾ ഇട്ടിട്ടാൽ മതി, നമുക്ക് പോകാം. സ്തോത്രം. അമ്മ കട്ടിലിട്ട് ചാടി എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, സ്തോത്രം, കാരണം മാസങ്ങൾക്ക് ശേഷം അന്ന് രാത്രി അമ്മയെ ഉറങ്ങി. അമ്മ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സ്തോത്രം, മോനെ ഇതൊന്നും എടുത്ത് മാറ്റിക്കേ. സ്തോത്രം. ഞാൻ പറഞ്ഞു, മാറ്റണ്ട, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയാ. ഞാനും മാവേലിക്കര പിൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ നേഴ്സായി വർക്ക് ചെയ്ത ഒരാളാണ്. ഒത്തിരി രോഗികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെൻ്റെ അമ്മയാണ്. അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പോഴല്ലേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അമ്മയോട് പറഞ്ഞു, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അമ്മ പറഞ്ഞു, ഒരു മെഡിക്കൽ കോളേജിലും പോകുന്നില്ല. അടുത്തത് പറഞ്ഞു കേൾക്കണം, മോനെ നീ ഇന്നലെ രാത്രി കൈവച്ച് സ്തോത്രം 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 എന്ന് പറയുമ്പോൾ ഒരൈസ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ എൻ്റെ കണ്ണിനൊരു അനുഭവം ഉണ്ടായി. 3.5 മാസത്തിന് ശേഷം ഞാൻ ഉറങ്ങി. സ്തോത്രം. ഈ കോട്ടനൊക്കെ എടുത്തൊന്ന് മാറ്റിക്കേ. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ അവിടെ ചെല്ലുമ്പോൾ. അമ്മ പറഞ്ഞു, അവിടെ പോകുന്നില്ല, ആ മനുഷ്യനെ പറഞ്ഞു വിട്. സ്തോത്രം. കാർ ഓടിക്കുന്ന ആളെ പറഞ്ഞു വിട്, ഞാൻ പോകുന്നില്ല. ദൈവം എന്നെ സൗഖ്യമാക്കി. പ്രസംഗിക്കുന്ന ആള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, ഞാൻ അമ്മയോട് പറഞ്ഞില്ലമ്മ, അമ്മ വിറയാർന്ന കൈകളോടുകൂടി, കാരണം അല്ലെങ്കിൽ അമ്മ ഇത് വലിച്ചെടുക്കുമെന്നറിയാം. ഈ പ്ലാസ്റ്റർ ഇങ്ങോട്ട് എടുത്തപ്പോൾ സ്തോത്രം വിറച്ചുകൊണ്ടാണ് എടുത്തത്. പക്ഷെ എന്തുകൊണ്ടാണ് എടുത്തതെന്നറിയാം? അമ്മയുടെ ശബ്ദത്തിനൊരു മാറ്റമുണ്ടായി. കാരണം തലേ രാത്രി ചെവി ചേർത്ത് പിടിച്ചാലേ അമ്മ പറയുന്നത് കേൾക്കത്തുള്ളൂ. പക്ഷേ അമ്മ പറഞ്ഞു, ഇത് എടുക്കാൻ ഞാൻ നിന്നോടാ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ശബ്ദത്തിനൊരു മാറ്റം ഉണ്ടായപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റർ അങ്ങോട്ട് എടുത്തപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കണ്ണ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി കണ്ണു ചൂടുന്നെടുത്ത് കളഞ്ഞില്ല, മറിച്ച് അല്ലേ ഇത് പറഞ്ഞ ഡോക്ടർ വേണ്ടി ഞങ്ങൾ യോഗം നടത്തി. ഇന്നും എൻ്റെ യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നു. മനുഷ്യനാൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. മറിയയ്ക്ക് ഒരു ഉറപ്പുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അകത്ത ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. പിന്നെ അടങ്ങിയിരിക്കുവോ? സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ഈ 4 ചുവരിനകത്ത് ഒരുത്തം വായും പൂട്ടി അവിടെ പോയിരിക്കുമ്പോൾ ഈ പെങ്കൊച്ച് ചാടി മലനാട്ടിലേക്ക് ഒറ്റ ഓട്ടവാ.
ക്രിസ്തു അകത്തുരുവായാൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞത്. യേശു അകത്ത് ജനിച്ചു കഴിഞ്ഞാൽ ഒരുവനെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. മലനാട്ടിലേക്ക് ഓടി അവൾ ചെന്ന് എലിസബത്തിനെ വന്ദനം ചെയ്തപ്പോ അവിടെ ഉള്ളിൽ പിള്ളതുള്ളി. ഇന്ന് രാത്രി വിശ്വസിക്കാൻ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ആത്മശക്തി വന്നപ്പോൾ എലിസബത്ത് ആത്മാവിലായി. ഇത് കണ്ടപ്പോൾ 62-ാം വാക്യത്തിൽ ആത്മാവിലായി. ഇന്ന് രാത്രി വിശ്വസി നിന്നിൽ പകർന്ന ദൈവകൃപ ഇത് പകരുന്ന അഭിഷേകമാ. മറിയക്കൊരു കാര്യം അറിയാം, അന്ന് ഈ സംഭവം നടന്നു. 2, ജനനത്തിൽ മാലാഖമാര് വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ക്രിസ്ത്യാനിക്ക് സമാധാനം ആണോ? സർവലോകത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ക്രിസ്തുവിന്റെ ജനനം പ്രത്യേക ഒരു മതവിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. പിന്നെയോ എന്ന് പറഞ്ഞേ, സർവലോകത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷമായ യേശുവിന്റെ ജനനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സന്തോഷവും സമാധാനവും ആ ജനനത്തോടു കൂടെ ഉണ്ടായി. അങ്ങനെയെങ്കിൽ യേശു നിന്റെ ഉള്ളിൽ ജനിക്കുമ്പോൾ ഇന്ന് വരെ ലഭിക്കാത്ത ഒരു സന്തോഷം, അത് ലോകം തരാത്ത സമാധാനം, സർവലോകത്തിനുണ്ടാകുന്ന സന്തോഷം ജനനത്തിലുണ്ടായി. അത്യുന്നതകൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള. അപ്പൊ സന്തോഷവും സമാധാനവും അവന്റെ ജനനത്തോടു കൂടി സംഭവിച്ചു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ വരിക്കുന്ന ഒരാൾക്ക്, ജീവിതത്തിൽ കൈക്കൊള്ളുന്ന ആൾക്ക് ഇന്ന് വരെ ലഭിക്കാത്ത എന്നാ കിട്ടും? പറഞ്ഞേ, സമാധാനം, സന്തോഷം. ഇന്ന് കുടുംബങ്ങൾക്കകത്ത് അതാ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ദേശത്ത് അതാ നഷ്ടപ്പെട്ടിരിക്കുന്നത്, സമൂഹത്തിൽ ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്ത്? സമാധാനം. തലമുറകളെ കുറിച്ച് സമാധാനമില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, സമൂഹത്തിൽ സമാധാനമില്ല. സ്തോത്രം. നോക്കിക്കേ, എങ്ങും സമാധാനമില്ല, എവിടെ തിരിഞ്ഞാലും അസമാധാനം മാത്രം. ക്രിസ്തു ഒരു ഭവനത്തിൽ വന്നാൽ, യേശു ഒരുവന്റെ ഉള്ളിൽ വന്നാൽ, സ്വർഗീയ സമാധാനം അവന്റെ ഉള്ളിൽ, സ്വർഗീയ സന്തോഷം അവന്റെ ഉള്ളിൽ ഉണ്ടാകും. ഇതെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. 1, അവന്റെ ജനനം തന്റെ ഉദരത്തിൽ. 2, അവന്റെ ജനനത്തിൽ കേട്ട ശബ്ദം, പ്രൈസലോ, മാലാഖമാർ ഏറ്റുപാടിയത്. 3, വിദ്വാൻമാർക്ക് നക്ഷത്രം വഴികാട്ടിയായി വന്നത്. പൊന്നും മൂരും കുന്തിരിക്കുമായി, സ്തോത്രം, ശിശു കിടന്നിടത്തേക്ക് നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി വന്നത്. ഓ, ആട്ടിടയന്മാരോട് ഇടപെട്ടത്. തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ആരാ? യോസഫിനോട് ദൂതൻ ഇറങ്ങി വന്ന് സംസാരിച്ചത്. ഇതെല്ലാം മറിയ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെച്ചിരിക്കുക. യോസഫിനോട് സംസാരിച്ചത്, തന്നോട് സംസാരിച്ചത്, ശിശു അകത്തുരുവായത്, സ്തോത്രം, മാലാഖമാർ ഏറ്റുപാടിയത്, വിദ്വാൻമാർ വന്നത്, 12-ാമത്തെ വയസ്സിൽ പള്ളിക്കകത്തിരുന്ന് ഉപദേശിച്ചത്, 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനമേൽക്കുമ്പോൾ, സ്തോത്രം, പിതാവാൻ ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. സ്തോത്രം. ഇതെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചിട്ട് കാനാവിലെ കല്യാണ വീട്ടിൽ ശൂന്യതയുടെ നടുവിൽ വിളിച്ചു പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞു. കാരണം സാധാരണക്കാരനല്ലവൻ. ഈ വന്നിരിക്കുന്നവൻ ക്ഷണിക്കപ്പെട്ടവൻ സാധാരണക്കാരനല്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ പ്രസംഗിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. മൂക്കിൽ ശ്വാസമുള്ള സാധാരണ ഒരു മനുഷ്യന്റെ വിഷയമല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മറിയയ്ക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ വലിയൊരു വിഷമസ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ദൂതന്മാരുടെ വിവാഹം ദീർഘദിവസങ്ങൾ, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാ. തലമുറയുടെ വിഷയമാ, ലജ്ജിച്ച് തല താഴ്ത്തുന്ന വിഷയമാ. എന്തിനേറെ പറയുന്നു,
മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു വിവാഹം നടക്കുമ്പോൾ ഭക്ഷണം മറ്റുള്ളവർക്ക് വരുന്നവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്രമാത്രം ലജ്ജയാ ഭവനത്തിലുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഇടയിൽ അന്നുണ്ടായി മഹാസംഭവം. ആ കുടുംബം മുഴുവൻ ലജ്ജിച്ചു പോകേണ്ട അവസ്ഥയായി. എന്നാൽ അല്ലെങ്കിൽ യേശു അവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു യേശു ഇവിടെ വന്നിട്ടുണ്ട്? നിന്റെ കുടുംബം ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ഭാരപ്പെട്ടു പോകാൻ അനുവദിക്കത്തില്ല. നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ നീ തല കുനിക്കേണ്ടി വരത്തില്ല. കാരണം യേശു വന്നിട്ടുണ്ട്. മറിയ പറഞ്ഞു, ഒറ്റ ദൂത് ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ വിളിച്ചു പറയാ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യ്. ആ കർത്താവ് സ്തോത്രം മോശയോട് പറഞ്ഞു വിട്ടു, എന്നെ ആരാധിപ്പാൻ പറഞ്ഞേ എന്റെ ജനത്തെ വിട്ടയക്കണം. കാരണം അടിമനുഖത്തിൽ ആരാധന വെളിപ്പെടത്തില്ല. വേഗം പറഞ്ഞു വിടാം. അടിമനുഖത്തിൽ എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞേ സ്തോത്രം. ആരാധിക്കാൻ മനസ്സുണ്ടെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം സർവശക്തിയുള്ള ദൈവം. അടിമനുഖത്തിൽ നിലവിളിയേ ഉള്ളൂ. അടിമയായിരുന്നാൽ പീഡനമേ ഉള്ളൂ. അടിമയായിരുന്നാൽ കണ്ണുനീരേ ഉള്ളൂ. അടിമയായിരുന്നാൽ നിന്നയേ ഉള്ളൂ. പ്രവചനമുണ്ടെങ്കിലും തപ്പുണ്ടെങ്കിലും പാട്ടുപാടാൻ അറിയാമെങ്കിലും അടിമനുഖത്തിൻ കീഴിൽ ഇതൊന്നും വെളിപ്പെടത്തില്ല. ഗ്രഹിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇക്കരെ വെച്ചും തപ്പുണ്ടായിരുന്നു. നീ പ്രവചനം അപ്പുറത്ത് ചെന്നപ്പോൾ കിട്ടിയതൊന്നുമല്ല. ദൂത് പറയാം. അടിമനുഖത്തിൻ്റെ കീഴിൽ കിടന്ന പ്രവചനമുണ്ടെങ്കിലും പാട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിലും തപ്പുണ്ടെങ്കിലും ആരാധനയുണ്ടെങ്കിലും ഫറവോന്റെ കീഴിൽ നീ കിടക്കുന്നിടത്തോളം കാലം ഇതൊന്നും നിനക്ക് പുറത്തു വരത്തില്ല. അങ്ങനെയെങ്കിൽ തമ്പുരാൻ പറഞ്ഞ് കേട്ടടിച്ചു നീ പുറത്തു വരണം. സ്തോത്രം. അടയാളത്തോട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം സർവശക്തനാ. സ്തോത്രം. അപ്പൊ അടിമനുഖത്തിന്റെ കീഴിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. പാരമ്പര്യത്തിന്റെ അടിമനുഖം ഉണ്ട്. ഗലാത്യർ 5 പറയുന്ന സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ ആകയാൽ ഇതിൽ ഉറച്ചു നിൽപ്പിന്. അടിമനുഖത്തിൽ പിന്നെയും പറഞ്ഞാട്ടെ കുടുങ്ങിപ്പോകരുത്. 10 ബാധകളുടെ നടുവിൽ ഒരു പോറലേൽക്കാതെ ഇവരെ പുറത്തു കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഗോശൻ ദേശത്ത് ഈച്ച കയറിയില്ലെന്ന്. അപ്പുറത്ത് ഈച്ച കയറി, ഇപ്പുറത്ത് ഈച്ച കയറിയില്ല. യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞ മൃഗങ്ങളോട് ചോദിയില്ലേ സ്തോത്രം. ബിലയാമിന്റെ കഴുതിയോട് ചോദിച്ച് പറഞ്ഞു തരുമെന്ന്. പക്ഷികളോട് ചോദിയില്ലേ. ഏലിയാവിന്റെ കാക്കയോട് ചോദിച്ച് പറഞ്ഞു തരുമെന്ന്. മത്സ്യത്തോട് ചോദിരേ. യോനയെ അനുസരണ പഠിപ്പിച്ച മത്സ്യത്തോട് ചോദിച്ച് പറഞ്ഞു തരുമെന്ന്. ആവണക്കുളക്കെ പുഴുവിനോട് ചോദിച്ച് പറഞ്ഞു തരുമെന്ന്. എത്ര പേര് ഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഗോശൻ ദേശത്ത് ഈച്ച കയറിയില്ലെന്ന്. തമ്പുരാൻ കൽപ്പിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല.